Hello students, module 4 spanning tree algorithm നമ്മൾ കണ്ടു ലാസ്റ്റ് വീഡിയോയിൽ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പാനിങ് ട്രീ ഓഫ് എ വെയ്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പോൾ എന്താണ് ഒരു വെയ്റ്റഡ് ഗ്രാഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ വെയ്റ്റഡ് ഗ്രാഫ് ഇസ് എ ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് എഡ്ജസ് അസൈൻസ് എ വാല്യൂ ഓർ വെയ്റ്റ്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വേർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് കാണാം അല്ലേ. ആ 5 വേർട്ടിസസിനും നമ്മൾ എഡ്ജസ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ എഡ്ജസിന് ഓരോ വാല്യൂസും നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസിനെയാണ് നമ്മൾ വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഗ്രാഫിൽ ഇതുപോലെ വെയ്റ്റ് വെച്ചിട്ട് നമ്മൾ എഡ്ജ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫിനെ നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കും. ഇങ്ങനത്തെ വെയ്റ്റഡ് ഗ്രാഫിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്പാനിങ് ട്രീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാനിങ് ട്രീ ഓഫ് എ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിന് ഫോം ചെയ്യാൻ പറ്റുന്ന സ്പാനിങ് ട്രീ എങ്ങനെ ആയിരിക്കും? നമ്മളതിൻ്റെ വേർട്ടീസസ് എല്ലാം മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു സൈക്കിൾ ഫോം ചെയ്യാണ്ട് എല്ലാ വേർട്ടീസസിനെയും കൂടി കണക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ട്രീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തന്നിട്ടുള്ള ഗ്രാഫിൽ നിന്ന് ഒരു സ്പാനിങ് ട്രീ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്പാനിങ് ട്രീനെ വിളിക്കുന്ന പേരാണ് സ്പാനിങ് ട്രീ ഓഫ് എ വെയ്റ്റഡ് ഗ്രാഫ്. കാരണം നമ്മളൊരു വെയ്റ്റഡ് ഗ്രാഫിൽ നിന്നാണ് ഈ ഒരു സ്പാനിങ് ട്രീ ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൽ വരുന്നത് മിനിമം വെയ്റ്റഡ് സ്പാനിങ് ട്രീ ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വെയ്റ്റഡ് ഗ്രാഫ് കണ്ടല്ലോ. വെയ്റ്റഡ് ഗ്രാഫ് എന്തായിരുന്നു, എഡ്ജസിനൊക്കെ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഗ്രാഫിനാണ് നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രാഫിന് നമ്മൾ ഫോം ചെയ്യുന്ന സ്പാനിങ് ട്രീ ആയിരിക്കും ഈ ഒരു സ്പാനിങ് ട്രീ. പിന്നെ അവിടെ കുറച്ച് കണ്ടീഷൻസ് കൂടി പറയുന്നുണ്ട്. എന്താണ് കണ്ടീഷൻസ്? നമ്മൾ അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ എല്ലാ വേർട്ടേഴ്സും എവിടെ ഇൻക്ലൂഡ് ആയിരിക്കണം, സ്പാനിങ് ട്രീയിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. അത് കൂടാണ്ട് നമ്മൾ എന്തായിരിക്കും, നമ്മളവിടെ എഡ്ജസ് ഇങ്ങനെ കണക്ട് ചെയ്യുമല്ലോ, വേർട്ടീസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി എഡ്ജസ് യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള എഡ്ജസിൻ്റെ വെയ്റ്റ് എപ്പോഴും മിനിമം ആയിരിക്കണം. ഓക്കെ, അതായത് ആ ഗ്രാഫിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന മിനിമം പോസിബിൾ ആയിട്ടുള്ള വെയ്റ്റ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വേർട്ടീസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന സ്പാനിങ് ട്രീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിനിമം വെയ്റ്റഡ് സ്പാനിങ് ട്രീ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഒരു മിനിമം വെയ്റ്റഡ് സ്പാനിങ് ട്രീൻ്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫിൽ ടോട്ടൽ 6 എഡ്ജ് വരുന്നുണ്ട്, പിന്നെ ഒരു ലൂപ്പ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് നമ്മളൊരു സ്പാനിങ് ട്രീ ഫോം ചെയ്യാൻ പോവുകയാണ്. സച്ച് ദാറ്റ് ഇതിലുള്ള എല്ലാ വേർട്ടീസസും നമ്മൾ സ്പാനിങ് ട്രീയിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ ആ വേർട്ടീസസ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എഡ്ജസിൻ്റെ വെയ്റ്റ് മിനിമം വരുന്ന രീതിയിലാണ്. എഡ്ജസിൻ്റെ വെയ്റ്റ് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഡ്ജ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡ്ജസിൻ്റെ എല്ലാം വെയ്റ്റ് നമ്മൾ ടോട്ടൽ സം എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് ആ ഗ്രാഫിന് ഫോം ചെയ്യാൻ പറ്റുന്ന മിനിമം വെയ്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പാനിങ് ട്രീ ഗ്രാഫ് എങ്ങനെയാണ് വരാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഈ 6 വേർട്ടീസസും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ സ്പാനിങ് ട്രീനെ ടി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ടി എന്നുള്ളത് 6 വേർട്ടീസസ് ഉള്ള ഒരു സ്പാനിങ് ട്രീ ആണ്. അപ്പോൾ 6 വേർട്ടീസസും ആദ്യം തന്നെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഓരോ സെക്ഷനിലും നോക്കാം. ഇപ്പോൾ V1നെയും V3 കണക്ട് ചെയ്യുന്നുണ്ട്, V1 V2ലേക്കും കണക്ഷൻ പോകുന്നുണ്ട്. പക്ഷേ അവിടെ മിനിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം V1ഉം V3ഉം തമ്മിൽ കണക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ വാല്യൂ അവിടെ ജസ്റ്റ് നോട്ട് ചെയ്യുക. V1 V2 V3 V2 V5 V4 V6. അപ്പം V1 V3യിലേക്ക് 2 ഓളും, അപ്പോൾ 2 എന്നുള്ളത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് നോക്കാം. V3 V2ലേക്ക് പോകുന്നുണ്ട്. ഇവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലേ, ഇത് 4 ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 1 ആയിക്കോട്ടെ. ഓക്കെ, V3 V2ലേക്ക് പോകുന്നുണ്ട്, V3യിലേക്ക് V5ലേക്ക് പോകുന്നുണ്ട്, V3 V4ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 ആണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് V1 V2ലേക്ക് പോകുന്നതാണ് അല്ലേ. അപ്പോൾ അതവിടെ 1 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി V2 V5ലേക്ക് പോകുന്നുണ്ട്, V3 V5ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ 5 ആണ് V2 V5ലേക്കുള്ള പോകുന്ന വാല്യൂ, പക്ഷേ ഇവിടെ 2 ഉള്ളൂ അല്ലേ. അപ്പോൾ ഏറ്റവും ചെറുത് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 എന്നുള്ളത് അവിടെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് V4 V5ലേക്കുണ്ട്, V3 V4ലേക്കുണ്ട്. അപ്പോൾ V3 V4ലേക്ക് 3 ആണ് വരുന്ന വാല്യൂ, പക്ഷേ V4 V5ലേക്ക് 2 ഉള്ളൂ.
നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്താലും പോരെ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് V5-ന് V6-ലേക്ക് 4 ആണ്, V4-ന് V6-ലേക്ക് 3 ആണ് വാല്യൂ. അപ്പോൾ നമ്മൾ V4-ന് V6-ലേക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്ത് ഫോം ചെയ്തു? ഒരു സ്പാനിങ് ട്രീ ഫോം ചെയ്തു. സ്പാനിങ് ട്രീയിൽ സൈക്കിളൊന്നുമില്ല, എല്ലാ വെർട്ടീസസ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന മിനിമം വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ എഡ്ജസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മിനിമം വെയിറ്റ് കിട്ടും. അപ്പോൾ മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് 2 + 1 + 2 + 2 + 3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്നുള്ളത് കിട്ടും. അപ്പോൾ അവിടുത്തെ മിനിമം വെയിറ്റ് 10 ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നിങ്ങൾ വേറെ, അതായത് ഇപ്പം ഈ V1-ഉം V3-യും തമ്മിൽ ജോയിൻ ചെയ്യാണ്ട് V1-ഉം V2-ഉം തമ്മിലാണ് ജോയിൻ ചെയ്തതെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇതിൽ കൺസിഡർ ചെയ്യാത്ത എഡ്ജസ് ഒക്കെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റ് 10-നെക്കാട്ടും കൂടുതലുള്ളൊരു നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം വെയിറ്റ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ എഡ്ജ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അടുത്ത എക്സാമ്പിൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഹെക്സഗൻ്റെ ഷേപ്പിലുള്ള ഗ്രാഫാണ്. അപ്പോൾ ഇതിലുള്ള 6 വെർട്ടീസസും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ സ്പാനിങ് ട്രീ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്പാനിങ് ട്രീ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു നോർമൽ സ്പാനിങ് ട്രീ അല്ല കൺസിഡർ ചെയ്യുന്നത്, പകരം മിനിമം വെയ്റ്റഡ് സ്പാനിങ് ട്രീ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്പാനിങ് ട്രീ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വെർട്ടീസസും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ വെർട്ടീസസും അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. 6 വെർട്ടീസസ് ആണുള്ളത്. ആ 6 വെർട്ടീസസും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, വെർട്ടീസസ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കാം, V1 നിന്ന് V2-ലേക്കുണ്ട്, V1 നിന്ന് V6-ലേക്കുണ്ട്, V1 നിന്ന് V4-ലേക്കുണ്ട് കണക്ഷൻ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത് V1 നിന്ന് V2-ലേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ V1 നിന്ന് V2-ലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. V1 നിന്ന് V2-ലേക്ക് മാർക്ക് ചെയ്തു, അതിൻ്റെ വാല്യൂ അവിടെ എഴുതി വെച്ചു. നെക്സ്റ്റ് V2 നോക്കാം. V2 നിന്ന് V3-ലേക്ക് പോകുന്നുണ്ട്, V2 നിന്ന് V5-ലേക്ക് പോകുന്നുണ്ട്. അതുപോലെ പിന്നെ V2 നിന്ന് V1-ലേക്കാണ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. അപ്പോൾ V2 നിന്ന് V3-ലേക്ക് 2 ആണ്, V2 നിന്ന് V6-ലേക്കുള്ള വാല്യൂ 3 ആണ്. അപ്പോൾ 2 അല്ലേ ചെറുത്, അപ്പോൾ 2 നമ്മൾ V3-ലേക്ക് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി V3-ന് ഇതുപോലെ എങ്ങോട്ടേക്ക് കണക്ഷൻ ഉണ്ട്? V4-ലേക്കും ഉണ്ട്, V6-ലേക്കുണ്ട്. V6-ലേക്ക് 6 ആണ് അവിടെ വെയിറ്റ് വരുന്നത്, V4-ലേക്ക് 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ V3-ന് V4-ലേക്ക് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് V4-ന് V1-ലേക്ക് ഉണ്ട്, പക്ഷേ നമ്മൾ V4-ന് V1-ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സൈക്കിൾ വരും. അപ്പോൾ അത് സ്പാനിങ് ട്രീ ആവില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് പറ്റില്ല. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് V4-ന് V5 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഡയറക്റ്റ് V4-ന് V5-ലേക്ക് പോവാം. V4-ന് V5-ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വാല്യൂ 3 ആണ്, അത് നോട്ട് ചെയ്തു. ഇനി V5-ന് V6-ലേക്ക് ഉണ്ട്, അതുപോലെ V1-നും V6-ലേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ V5-ന് V6-ലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂ 4 ആണ് വരുന്നത്. V1 നിന്ന് V6-ലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലോ അവിടെ 3 ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 3 ആയതിനെക്കൊണ്ട് നമ്മൾ അവിടെ V1 നിന്ന് V6-ലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എങ്ങനെ ഏത് വെർട്ടെക്സിലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമുക്കൊരു സൈക്കിൾ ഫോം ചെയ്യും. സൈക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവില്ല? ഒരു സ്പാനിങ് ട്രീ ആവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഒരു പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. അതായത് നമ്മൾ തന്നിട്ടുള്ള ഗ്രാഫിൽ നിന്ന് മിനിമം വെയിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു സ്പാനിങ് ട്രീ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ വരുന്ന മിനിമം വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള സ്പാനിങ് ട്രീൻ്റെ വെയിറ്റ്സ് എല്ലാം കൂടി നമ്മൾ സം ചെയ്യുക. അപ്പോൾ 3 + 2 + 2 + 1 + 3 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് 11 ആണ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ഒരു വെയിറ്റിനെക്കാട്ടും കുറവ് വെയിറ്റിൽ നമുക്ക് എന്തായാലും ഈ ഒരു ഗ്രാഫിന് ഫോം ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വെയ്റ്റഡ് ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന് മിനിമം വെയ്റ്റഡ് സ്പാനിങ് ട്രീ ഫോം ചെയ്യുന്നത്. ഓരോ വെർട്ടെക്സും എടുക്കുക, ആ വെർട്ടെക്സിൽ നിന്ന് മറ്റേ വെർട്ടെക്സിലേക്ക് പോകുന്ന എഡ്ജിൻ്റെ വാല്യൂ നോക്കുക. ഏറ്റവും ചെറിയ വാല്യൂ വെച്ചിട്ട് നമ്മളിങ്ങനെ വെർട്ടെക്സ് കണക്ട് ചെയ്ത് പോവുകയാണ് വേണ്ടത്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 2 ടോപ്പിക്സിലും വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു തരാം കേട്ടോ. താങ്ക് യു.